നാടകങ്ങൾ നടത്തി വരികയാണ്. നമുക്കറിയാം, എല്ലാവരും വളരെ തിരക്കുള്ള ആളുകളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചാണ് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ നാടകത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. ആരും പ്രൊഫഷണലായിട്ടുള്ള കലാകാരന്മാരല്ല. നമുക്ക് വേണ്ടി, ഭജനാമണത്തിന് വേണ്ടിയിട്ടാണ് പല ആളുകളും നാടകത്തിലേക്ക് വരുന്നത്. മാത്രമല്ല, പല കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് സ്റ്റേജിൽ വരുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ വന്നാൽ അത് സദയം ക്ഷമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നാടകം സ്റ്റേജിൽ അരങ്ങേറുന്നതാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നാടകം ആരംഭിക്കുന്നതാണ്. പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി വരണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അല്ലയോ അജയ്യ യോദ്ധാവും യോഗി ബ്രാഹ്മണോത്തമനും ചിരഞ്ജീവിയുമായ പരശുരാമ, നീ നമ്മെ ഭജിച്ചതും വരമാഗ്രഹിച്ചതും നമുക്ക് തന്നെ ശ്രേയസ്കരം. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? അഭയം, അഭയം വേണുദേവ. ഈ ഭൂമിയിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്തവര്, കൺമുമ്പിൽ തിരതല്ലുന്ന കടലിനപ്പുറം മറ്റൊന്നുമില്ലാത്തവര്, സകല സൗഭാഗ്യങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ടവന് നൽകാൻ കഴിയാവുന്ന കരുണ, ശിഷ്ടകാലം കഴിഞ്ഞുകൂടാൻ കടലെടുത്തു പോകാത്ത ഒരു തുണ്ട് കര, അത് മാത്രമാണ് ദേവ അടിയന്റെ അഭിലാഷം. ഈ ഭൂമിയിൽ നിന്റെ പരശുവിനാൽ വീണ്ടെടുക്കാനാവാത്തതും നേടിയെടുക്കാനാവാത്തതുമായി എന്തുണ്ട് ഭാർഗവരാമ? പക്ഷേ വിശ്വവിജയിയായ നീ ഈ ദക്ഷിണ സമുദ്ര തീരത്ത് ഒരു അഭയാർത്ഥിയായി എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ശ്രീ മഹേശ്വരൻ നൽകിയ അമ്പൊടുങ്ങാത്ത ആവനാഴിയും വിചിത്ര രഥവും ദിവ്യാസ്ത്രങ്ങളും കയ്യിലുള്ള നീ ആരാലാണ് ആട്ടിയോടിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്? ക്ഷത്രിയ കുലത്തെ തന്നെ 21 വട്ടം മുച്ചൂടും മുടിച്ച് പ്രതികാരം നടത്തിയ നീ പ്രതിക്രിയയ്ക്ക് ഒരുങ്ങാതെ ഭിക്ഷയ്ക്ക് ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ വിധി ഞാൻ സ്വയം ഭരിച്ചതാണ്. സകലതും ഭിക്ഷയായി നൽകി സ്വയം നിസ്സനായി തീർന്നതാണ്. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്തതാണ്. ഇനി അതേക്കുറിച്ച് നാം പശ്ചാത്തപിക്കുകയോ പ്രതിക്രിയയ്ക്ക് ഒരുങ്ങുകയോ ഇല്ല. നഷ്ടമായതിനെ കുറിച്ച് മൊഴിഞ്ഞോ സ്മരിച്ചോ പിന്നെയും പിന്നെയും അപമാനിതനാവാനും വയ്യ. എന്റെ ചിരഞ്ജീവി ജന്മം എന്റെ ഗുരുവും ഈശ്വരനുമായ ശ്രീ മഹാദേവനെ ഭജിച്ച് കഴിയാൻ ഇത്തിരി മണ്ണ്, അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങ് ഉപായമരുന്നു. താങ്കളെ പോലൊരു പുണ്യാത്മാവിനോട് നാം ഉപായമരുളുന്നത് തന്നെ ചിതമല്ലെന്നറിയാം. എങ്കിലും ആവശ്യപ്പെട്ടത് കൊണ്ട് പറയാം. ഇവിടെ നിന്നും തെക്കൻ സമുദ്രപ്പരപ്പിലേക്ക് നീ നിന്റെ പരശു എറിയൂ. അപ്പോൾ അവിടെ ഒരു കര ഉയർന്നു വരും. ആവോളം നിനക്ക് നിന്റെ ഗുരുവിനെ ഭജിക്കാം. സ്വച്ഛവും ഹരിതാഭവും കേരവൃക്ഷ സമൃദ്ധവുമായ ഒരു കര. മഴ പറഞ്ഞാലും ഇതാണിനി നിന്റെ കര, ഭാർഗവരാമനായ നിന്റെ ഭാർഗവ ക്ഷേത്രം.
അതായത് പുറം ദേശങ്ങളിലെയും നമ്മുടെ ദേശത്തെയും തന്നെ ജനങ്ങൾ എന്താണ് നമ്മെ കുറിച്ച് പറയുന്നത്? അതായത് എന്തൊക്കെ മേന്മകൾ പറഞ്ഞാണ് ജനം നമ്മെ വാഴ്ത്തുന്നത്. കാർത്തവീരാർജുനൻ എന്ന നാമം പോലും ആവേശമാണ് സുജനങ്ങൾക്ക്. അയൽദേശ ജനങ്ങൾക്കും ഭരണാധിപന്മാർക്കുമാകട്ടെ ഇവിടുത്തെ നാമം കടുത്ത ഭീതി. കേഹയ രാജാക്കന്മാരുടെ പരമ്പരയിൽ തന്നെ അങ്ങയെപ്പോലൊരു രാജാവ് ഉണ്ടായിരുന്നിട്ടില്ലെന്നാണ് പൊതുവായിട്ട് എല്ലാവരും പറയുന്നത്. മാഹിഷ്മതി സാമ്രാജ്യം ഇത്രമേൽ വിസ്തൃതവും സമ്പൽ സമൃദ്ധവുമായി തീർന്നത് അങ്ങയുടെ കാലത്താണെന്ന കാര്യത്തിൽ അതിശയോക്തിയില്ലല്ലോ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ അത് ഈ ലോകത്തിലെന്നല്ല, വിണ്ടലങ്ങളിൽ പോലും ഒരു അത്ഭുതം തന്നെയാണ് മഹാരാജൻ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ. 1000 കൈകൾ ആളുകൾക്ക് വെറുതെ അത്ഭുതം കൂറാനുള്ള കൗതുകം മാത്രമല്ല, കരുത്താണെന്ന് കൂടി ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്ഭുത വിക്രമന്മാരായ 10,00,000 പേരുടെ കരുത്തിന് സമമായ 1000 കൈകൾ. ആ സത്യം ഒരു ഉൾക്കിടലം പോലെ ഏവരും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതും നല്ലതാ. എന്താണത്? അതാ രാജധാനിയിലേക്ക് എഴുന്നള്ളുന്ന ആ ദിവ്യ പുരുഷനിൽ നിന്നും പ്രവഹിക്കുന്ന പ്രകാശവീതികളാണ് പ്രഭു. ഇത് അയാൾ ആരായിരിക്കും? അയ്യാതൊന്നും വിധി ദേവൻ, സാക്ഷാൽ അഗ്നിദേവനാണത്. വന്നാലും അഗ്നിദേവ, മാഹിഷ്മതി രാജധാനിയിലേക്ക് അങ്ങേക്ക് സുസ്വാഗതം. രാജാവായ കാർത്തവീരാർജുന, അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, എങ്ങും ഖ്യാതി ഉണ്ടാവട്ടെ. നന്ദി ദേവ, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് തന്നെ മാഹിഷ്മതിയുടെ മണ്ണ് പുണ്യമുള്ളതായി തീർന്നിരിക്കുന്നു. ഇനി അടിയൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നമ്മുടെ 1000 കൈകളും സമ്പൽ സമൃദ്ധിയുമല്ല അങ്ങയെ പോലുള്ള പുണ്യാത്മാക്കളെ സേവിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ആദ്യമേ തന്നെ അങ്ങ് ചോദിച്ച നിലയ്ക്ക് മുഖവരിയില്ലാതെ തന്നെ പറയാമല്ലോ. വിശപ്പാണ് നമ്മുടെ പ്രശ്നം. ആഹാരമാണിപ്പോൾ അത്യാവശ്യവും. കുറെ നാളുകളായി നാം ഒരു ദീർഘയാത്രയിലായതിനാൽ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അതിഥി സൽക്കാര പ്രിയനും എന്തിനും ബോധവനുമായ അങ്ങയെ വന്നു കണ്ടാൽ എന്റെ ആഹാര കാര്യത്തിൽ ഒരു നിവൃത്തി ഉണ്ടാവുമെന്ന് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതുന്നു. ഒരിക്കലുമില്ല. നമ്മുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ വെറും കൈയോടെ അയച്ചാൽ പിന്നെ എന്തിനെനിക്ക് ഈ 1000 കൈകൾ? വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ മാഹിഷ്മതി സാമ്രാജ്യം. അങ്ങക്ക് ഏതറ്റത്ത് നിന്ന് വേണമെങ്കിൽ ഭക്ഷിച്ചു തുടങ്ങാം. നന്ദി രാജാവേ, നന്ദി. വിശപ്പ് വീണ്ടും കഠിനമായി വരുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ നാം പുറപ്പെടുകയാണ്. വടക്കൻ വനപ്രദേശങ്ങളിൽ നിന്നും തന്നെ ഭക്ഷിച്ചു തുടങ്ങാം. അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ. വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും എന്തായിരിക്കും പ്രഭു അഗ്നിദേവൻ ഭക്ഷിച്ചു തുടങ്ങുക? നീ എന്തൊരു മണ്ടൻ! അഗ്നി വനത്തിൽ നിന്നും എന്താണ് ആഹരിക്കുക? വനത്തെ തന്നെ. പുൽനാമ്പു തൊട്ട് വൻമരങ്ങൾ വരെ അഗ്നിനാളങ്ങൾ വീഴുന്നു. പുഴുവും പുൽച്ചാടിയും മതയാനുകളും വരെ അഗ്നിക്ക് ആഹാരമായി തീരും. എന്നിട്ടും വിശപ്പടങ്ങില്ല എങ്കിൽ ജനപഥങ്ങൾ പോലും ആഹരിക്കട്ടെ. വിശപ്പാറുവോളോ അഗ്നി സകലതും ആഹരിക്കട്ടെ. ഏറെയുള്ളത് ഇത്തിരിയൊക്കെ കത്തിയെരിഞ്ഞാലും നമുക്ക് വേണ്ടത് അഗ്നിദേവന്റെ അനുഗ്രഹവും കീർത്തിയുമാണ്. അഗ്നിനാളങ്ങൾ ആദ്യം വടക്കൻ വനങ്ങളിൽ തന്നെ ആളിപ്പടരട്ടെ. എന്താണിത്? സംവത്സരങ്ങളായി നാം ഈ വനത്തിൽ തപം ചെയ്യുന്നു. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഈ വിഘ്നങ്ങൾ, തപം മുടക്കുന്ന വിനാശങ്ങൾ എന്താണ്? ഓ, എന്താണിത്? വനത്ത് വിഴുങ്ങുന്ന അഗ്നി, വെന്തൊടുങ്ങുന്ന ജീവജാലങ്ങൾ,
പ്രാണൻ പൊള്ളിയുരുകുന്ന ആർത്തനാദങ്ങൾ. മഹാമുനി, എന്റെ അച്ഛനും ഭാര്യ, വയസ്സ് ചെയ്യാത്ത എന്റെ കുഞ്ഞ്, എല്ലാവരും എന്ത് മരിച്ചു. മുനെ, ഞങ്ങളുടെ കൂട്ടരും അന്നം തന്ന കാടും കൂടെ കഴിഞ്ഞ ജന്തുക്കളും എല്ലാം കത്തിത്തീരുകയാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ മുനെ ഇങ്ങനെ ഒരു ശിക്ഷ? കാട്ടുതീ തടയാൻ മാർഗമേതുമില്ലേ? രാജ്യത്തെ ജീവരാശികൾ വെന്ത് നശിക്കുമ്പോൾ ഇവിടുത്തെ രാജ സംവിധാനങ്ങൾ ഉറങ്ങിക്കഴിയുകയാണോ? ഈ കാട്ടുതീയെ തടയിടാൻ അങ്ങേക്കെന്നല്ല ആർക്കുമാവില്ല ആബോ മഹർഷേ. അഗ്നിദേവനായ നമ്മുടെ ജഡരാഗ്നി ഒടുക്കാൻ വടക്കൻ വനത്തെ അപ്പാടെ ആഹരിച്ചു കൊള്ളുവാൻ അനുവാദം നൽകിയത് ഇതിനെല്ലാം അധിപനായ കാർത്തിവീരാർജുന രാജാവ് തന്നെയാണ്. പകരമായി രാജനാവോളം അനുഗ്രഹം നൽകിയ നമുക്ക് ഈ വനത്തെ ആവോളം വിഴുങ്ങാൻ അവകാശമുണ്ട്. മാത്രകൾക്കുള്ളിൽ ഇവിടവും നാം വിഴുങ്ങും. ഒരു മുനിയായതുകൊണ്ട് മാത്രം ഓടിയൊളിക്കാൻ മാത്രം നാം സമയം തരാം. ജീവനും കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക. നിഷാദ, നിന്റെ കുടുംബത്തിനാകെയും അഗ്നിയാൽ മോക്ഷം നൽകിയ നാം നിന്നെയും വിഴുങ്ങാൻ പോകുകയാണ്. ഇല്ല അഗ്നിദേവ, അങ്ങ് നൽകിയ ഔദാര്യത്തിന്റെ മാത്രകളിൽ ഓടിയൊളിക്കില്ല ആപവൻ. ഈ വനത്തിൽ വെന്തു മരിച്ച അനേകം ജീവദേഹങ്ങൾക്കൊപ്പം നാമും ആഹൂതി ചെയ്യും. അങ്ങ് ചെയ്യുന്നത് അവകാശമാണ്. പക്ഷേ സ്വന്തം ദേശജനങ്ങളെയും ജന്തു സമൂഹത്തെയും കൊല്ലാൻ കൊടുത്ത കാർത്തവീര്യാർജുനൻ കാണിച്ചത് അനീതിയാണ്. ഒരു രാജാവും ചെയ്യരുതാത്ത കൊടിയ അനീതി. ഹേ രാജാവേ, ആരെരിഞ്ഞു തീർന്നാലും ആ വഴിക്ക് അനുഗ്രഹം നേടി അധികാരത്തിൽ അമരണമെന്ന നിന്റെ ധാർഷ്ട്യത്തിന്, ക്ഷാത്ര അഹന്തയ്ക്ക് നീ അനുഭവിക്കും. രജോഗുണസിദ്ധമായ നിന്റെ അധികാര പ്രമത്തതയിൽ നീ പ്രവർത്തിച്ച ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ മഹാവിഷ്ണു ഭഗവാൻ ബ്രാഹ്മണ വംശത്തിൽ ഭാർഗവരാമനായി അവതരിക്കും. പരശു ആയുധമായിരുന്ന ആ ബ്രാഹ്മണാവതാരം നീ അടക്കം മുഴുവൻ ക്ഷത്രിയ കുലത്തോടും ചോര കൊണ്ടും മരണം കൊണ്ടും തന്നെ പ്രതികാരം ചെയ്യും. എന്നെ വിഴുങ്ങാൻ ഒരുങ്ങുന്ന ഈ അഗ്നിനാളങ്ങളാണ് സത്യം. ക്ഷത്രിയാന്തകനായ ഉഗ്രാവതാരം പിറക്കും. പരശുരാമൻ. നർമ്മദയിൽ നിന്നും ജലം ശേഖരിക്കാൻ പോകുന്ന പെൺകിടാങ്ങളെ, സൽക്കഥകൾ ചൊല്ലിപ്പാടാനിറങ്ങിയ മാഗധരെ, ഒരു സന്തോഷ വാർത്ത കേട്ടുള്ളൂ. മഹാമുനിയായ ജമദഗ്നി തമ്പായിക്കും ഏണിക തമ്പാട്ടിക്കും നാലാമതൊരു ആൺകുഞ്ഞു കൂടി പിറന്നിരിക്കുന്നു. സൂര്യ തേജസ്സും ചന്ദ്രശോഭയുമുള്ള ലക്ഷണമൊത്തൊരു ആൺകുഞ്ഞ്. നേരോ? നാലാമത്തേത് ആൺകുഞ്ഞാണോ? അതെ, ആൺകുഞ്ഞ്. വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാളിൽ പിറന്ന ആ തങ്കക്കുടത്തിന് ജമദഗ്നി തമ്പായിയും ഏണിക തമ്പാട്ടിയും പേര് വിളിച്ചു രാമൻ. രാമൻ രാമൻ. കേട്ട വാർത്ത ചൊല്ലിപ്പറഞ്ഞ് ലോകരെ അറിയിക്കും. ഭൃഗുവംശത്തിൽ ഒരു രാമൻ പിറന്നു എന്ന സദ്വാർത്ത. സൂര്യനായി ഹരിമുഖിയായി
ശിവായ 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 മന്ത്രം ശിവായ ശിവായ നമോ അവസാനിപ്പിച്ചാലും നിന്നിൽ നാം സംപ്രീതരായിരിക്കുന്നു. അടിയന്റെ ജന്മവും സാർത്ഥകമായിരിക്കുന്നു മഹാദേവ. ധന്യം ഈ ദർശനം. വൈഷ്ണവ തേജസ്സാണ് നിന്നിൽ പ്രകാശിക്കുന്നത്. എന്നിട്ടും നീ ഉഗ്രതപം കൊണ്ട് നമ്മെ പ്രത്യക്ഷനാക്കി. പറയൂ, എന്താഗ്രഹമാണ് നാം നിനക്ക് സാധിച്ചു തരേണ്ടത്? ധ്യാനയോഗം കൊണ്ട് പരംപുരുഷനായ നിന്നിൽ ലയിക്കുക. അതിൽ പരം എന്തു വേണം ഒരു ജന്മത്തിൽ? എന്നിട്ടും അങ്ങന്റെ മുന്നിൽ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറയുമ്പോൾ മൗനം കൊണ്ട് നിഷേധിക്കുന്നതും പാപമല്ലേ? അടിയനും ആഗ്രഹങ്ങളുണ്ട്. സകലതിനും സദ്ഗുരുവായ അങ്ങയിൽ നിന്നും അടിയന് വിദ്യകൾ അഭ്യസിക്കണം. അങ്ങ് എനിക്ക് ഗുരുവാകണം. ഒരു ബ്രാഹ്മണനായ അടിയന് അങ്ങയുടെ ശിക്ഷണത്തിൽ ആയുധവിദ്യകളും അഭ്യസിക്കണം. നിന്റെ അഭീഷ്ടം പോലെ തന്നെ ആവട്ടെ. ഈ കൈലാസഗിരിയെ സാക്ഷി നിർത്തി നാം നിന്നെ പ്രഥമ ശിഷ്യനാക്കി വിദ്യകളോടി നൽകാം. നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളിൽ ദിവ്യമായ ഈ വെൺമഴുവിന്റെ നാമം പരശു എന്നാണ്. അത്ഭുത ശക്തി പ്രഭാവമുള്ള ഈ പരശു നാം നിനക്ക് നൽകുന്നു. പരശു കയ്യിലേന്തുന്ന നീ ഇനി മുതൽ പരശുരാമൻ എന്നറിയപ്പെടും. പരശുരാമൻ. നന്ദി, നന്ദി മഹാദേവ, നന്ദി. തീർന്നില്ല. ദിവ്യമായ ഈ വെൺമഴുവിന് പുറമെ അമ്പൊടുങ്ങാത്തൊരാവനാഴിയും ഒരു ദിവ്യരഥവും നാം നിനക്ക് വരമായി നൽകുന്നു. നന്ദി മഹാശംഭു. 1000 നന്ദി മഹേശ്വര. അങ്ങ് ഓതിത്തന്ന ജ്ഞാനത്താലും ഈ വെൺമഴുവിനാലും തന്നെ അടിയൻ അനുഗ്രഹീതനായി തീർന്നിരിക്കുന്നു. ബ്രാഹ്മണനായ അടിയന് രഥത്തിൽ സഞ്ചരിക്കേണ്ട കാര്യമില്ല. സദാ വില്ലും ശരങ്ങളും ധരിച്ച് സായുധപാണിയായി ചരിക്കുന്നതും ചിതമല്ല. ആകയാൽ ഈ പരശു മാത്രം അടിയൻ ഈ നിമിഷം തൊട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യരഥവും ദിവ്യായുധങ്ങളും പോരിന്റെ അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം അടിയനോടൊപ്പം വന്നു ചേരാൻ അങ്ങ് അനുഗ്രഹിക്കണം. ആ പറഞ്ഞതും വിവേകം തന്നെ. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സംഭവ്യമാവട്ടെ. പരശുരാമൻ എന്ന നിന്റെ നാമം കീർത്തിപ്പെടട്ടെ. അത് കഴിഞ്ഞ് പശുക്കൾക്ക് തീറ്റി കൊടുക്കണം, ഗോശാല വൃത്തിയാക്കണം, പൈക്കളെ കുളിപ്പിക്കണം. ഇതിനിത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? ഇതൊക്കെ എന്നും പതിവുള്ളതല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പിഴവോ താമസമോ ഉണ്ടായാൽ കുമാരന്റെ പിതാവിന്റെ കടുത്ത ശകാരവും പതിവുള്ള കാര്യമാണല്ലോ. കോപം കൊണ്ട് ആ മുഖത്ത് നോക്കിയാൽ തന്നെ ആ നിമിഷം ഭയന്ന് പ്രാണൻ പോകും. അങ്ങനെ പലവട്ടം പ്രാണം പോയി മരിച്ച് ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ കുമാര. പിതാവിന്റെ കോപത്തിനും ശകാരത്തിനും ഇരയാകാത്തവരായി ഈ ആശ്രമവനിയിൽ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
അത്രമാത്രം കണിശമാണ് പിതാവിന്റെ കാര്യങ്ങൾ. എന്തും ചിട്ടയായി തിട്ടപ്പെടുത്തിയ മട്ടിൽ തന്നെ നടക്കണമെന്ന കണിശത അതൊരു മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വേണം? അദ്ദേഹത്തിന്റെ മേന്മയെ പരീക്ഷിച്ച് വെറുതെ വഴക്ക് കേൾക്കാൻ നിൽക്കാതെ എത്രയും വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണം. കുമാരനൊന്ന് മനുഷ്യനെ കൊല്ലാൻ കൊടുക്കാതെ മാറിയേ. ആദ്യം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ. നിന്റെ ഒരു കാര്യം. എന്റെ കാര്യം വിട്ടേക്ക്. കുറച്ചു ദിവസം മുമ്പ് ബ്രാഹ്മണർക്ക് ഇത്രയും കോപമാവാമോ എന്ന് കുഞ്ഞിന്റെ അമ്മ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇത്രയും കോപമാവാമോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹം കോപിച്ചതിനും പറഞ്ഞതിനും ഒരു കണക്കുമില്ല. അതും കുമാരന്റെ മാതാവിനോട്. അമ്മയോടോ? പിന്നല്ലേ. പക്ഷെ വേറൊരു കാര്യം, തമ്പാട്ടിയുടെ മുഖമൊന്ന് വാടിയപ്പോ ആ കോപം ആ നിമിഷം തണുത്തു. പിന്നെ തമ്പാട്ടിയുടെ വിഷമം മാറ്റാനുള്ള വിഷയങ്ങളായി തമ്പായിക്ക്. കുറ്റമടിക്കേണ്ടത് നാവ് കൊണ്ടല്ല, ചൂല് കൊണ്ടാണ്. അറിയാം തമ്പായി. നിങ്ങൾ നാവടക്കി ജോലി തീർത്ത് വേഗം ഗോശാലയിലേക്ക് ചെല്ല്. ഓ രേണുകേ, നാം കാട്ടിൽ നിന്നും ദർഭയും ചമതയും ശേഖരിക്കാൻ പോവുകയാണ്. നാം തിരിച്ചെത്തുമ്പോഴേക്കും ഇന്നത്തെ പൂജാദികൾക്കുള്ള ജലം നമ്മതയിൽ നിന്നും നീ തന്നെ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കണം. രാമൻ താഴ്വാരത്തിൽ നിന്ന് പൂക്കളും ശേഖരിച്ചു വരും. ഒന്നിനും വിളമ്പും ഉണ്ടാകരുത്. അടിയനായിട്ട് ഇനി വിളംബരം ഉണ്ടാക്കുന്നില്ലേ? കാത്തോളണേ ദൈവമേ. വലിയ ഭയമാണ് അവൾക്ക് നിന്റെ പിതാവിനെ. പഴിപ്പിച്ച ലോകവും ജലവും തമ്മിലുള്ള ദൂരവും നേരവും മാത്രമേ അദ്ദേഹത്തിന്റെ കോപത്തിന് ആയുസുള്ളൂ എന്ന് പാവം അവൾക്കറിയില്ലല്ലോ. എന്നാലും അരുമസന്താനമായ നിന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി സ്നേഹവും വാത്സല്യവും ആവാമെന്ന് എനിക്കും തോന്നാറുണ്ട്. പിതാവിൽ നിന്നും പുത്രന് ലഭിക്കേണ്ട മുഴുവൻ സംരക്ഷണവും കരുതലും പിതാവിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സ്നേഹവും വാത്സല്യവും അതൊരു മകന് കിട്ടാവുന്നതിൽ എത്രയോ മടങ്ങ് അമ്മ തന്നെ എനിക്ക് തരുന്നുണ്ടല്ലോ. അതിൽ പരം എന്ത് വേണം എനിക്ക്? മഹാദേവനിൽ നിന്നും മഹാവിദ്യകളും ദിവ്യവരങ്ങളും ആർജിച്ച പരാക്രമി. എന്നിട്ടും ഞങ്ങൾക്ക് മുന്നിൽ നീ ഇപ്പോഴും ആ പഴയ അനുസരണക്കേട് ഒട്ടുമില്ലാത്ത ബാലകൻ തന്നെ. അയ്യോ, സംസാരിച്ചു നിന്ന് നേരം കളയണ്ട. വേഗം താഴ്വാരത്തിലേക്ക് പോയി പൂക്കൾ ശേഖരിച്ചു വരൂ. വിളമ്പും ഉണ്ടാവണ്ട. ശരി. വനമാലി, ഞാൻ നർമ്മദയിൽ നിന്നും ജലം ശേഖരിക്കാൻ പോകുന്നു. മാനത്തോ പവിഴമണി തീരത്തോ ഈ ഗന്ധർവ സംഗീതലോകം. മാനത്തോ പവിഴമണി തീരത്തോ ഈ ഗന്ധർവ സംഗീതലോകം. ആ പൊന്നോടക്കുഴലൂതുന്നു, ശൃംഗാരം പദമാടുന്നു, പൊന്നോളം തിരതുള്ളുന്നു, മാലയും കുളിവീശുന്നു. ആരും കാണാ തീരം തേടും മന്ദാകിനിയിലെ വെള്ളംസം. സൂര്യൻ ഉച്ചസ്ഥായിയിലേക്ക് അടുക്കുന്നു. പ്രഭാത പൂജകൾ മധ്യാഹ്നത്തിൽ മതിയെന്നാണോ നിന്റെ മാതാവ് നിലച്ചു കാണുക? അത് പിന്നെ പിതാവേ,
പൂജാതി കാര്യങ്ങൾ എന്തോ ആവട്ടെ, അനുസരണ അത് പാടില്ലെന്നുണ്ടോ? വിളംബം ഉണ്ടാവരുതെന്ന് പറഞ്ഞതല്ലേ നാം? എന്നിട്ട് ഇത്രയും ധിക്കാരമോ? 10 പാദം അകലെയുള്ള നർമ്മദയിൽ നിന്നും ഒരു കുടം വെള്ളം എത്തിക്കാൻ എത്ര നേരം വേണം നിന്റെ മാതാവിന്? ഇനി ദിവസങ്ങൾ തന്നെ വേണ്ടി വരുമോ? ഒരുപക്ഷെ വഴിമധ്യേ വിഘ്നങ്ങൾ വലുതും. എന്ത് വിഘ്നങ്ങൾ? ജമദഗ്നിയുടെ പത്നിയുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താൻ മാത്രം ധൈര്യവും വിഡ്ഢിത്തവുമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? വന്യമൃഗങ്ങൾ പോലും വഴിമാറി പോകാറില്ലേ പതിവ്? എന്നിട്ടും ഒരുപക്ഷെ മൺകുടം ഉടഞ്ഞു പോവുകയോ വീണ്ടും കുടത്തിനായി നാവടക്ക് ന്യായം ചെയ്യാൻ നിൽക്കുന്നു. ഇതൊന്നുമല്ല, ഇതിന്റെ ഹേതു അതൊന്നുമല്ല. കാര്യകാരണങ്ങൾ അതെന്റെ ജ്ഞാനക്കണ്ണിൽ തെളിയുന്നുണ്ട്. വെണ്ണിലാവോ പൊൻകിനാവോ അംഗരാഗം ചാത്തി നിന്നെ ദൂരേതോ വാൽമരത്തിൽ ഞാനിരുന്നു മോഹമോടെ. ചാവല്യം, പാതിവൃത്യ ധർമ്മ ഭ്രംശം. പിതാവേ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉത്തരം നിന്റെ മാതാവിനോട് ചോദിക്ക്. വൈകാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിക്ക്. പറഞ്ഞു കൊടുക്കും നിന്റെ പുത്രന്. ഇനി സത്യം മൊഴിയാനും താമസമോ? നടന്നത് അത്രയും ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിന്റെ നാവിൽ നിന്നും എനിക്കൊന്നും അറിയാനില്ല. പക്ഷേ നിന്റെ മകൻ നമ്മുടെ കോപത്തിന്റെ കാരണം തിരക്കുന്നു. ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നീ ബാധ്യസ്ഥയാണ്. പറഞ്ഞു കൊടുക്ക്, പറയാൻ. പറയാൻ ലജ്ജയുണ്ടെന്നോ? നിനക്കോ ലജ്ജ? കളങ്കിതയും മനസ്സുകൊണ്ട് കുലടയുമായി തീർന്ന നിനക്കോ ലജ്ജ? പിതാവേ, സാധ്യയായ എന്റെ മാതാവിനെ അങ്ങ് എന്തിനാണ് ഇത്തരം ഹീന പദങ്ങൾ കൊണ്ട് ഭർഷിക്കുന്നത്? സാധ്യയായിരുന്ന മാതാവെന്ന് പറയുക. ഇപ്പോൾ അങ്ങനെയല്ല. രണ്ടുപേരുടെ കാമചേഷ്ടകൾ ഒളിഞ്ഞു നിന്ന് കാണുകയും കാമമോഹിതയും മനസ്സാ പാപിനിയുമായി തീർന്ന നിന്റെ മാതാവ് ഇപ്പോൾ സാധ്യല്ല, കുംചലിയാണ്. നിഷേധിക്കുമോ? നാം പറഞ്ഞത് തെറ്റാണ്. കൊടുന്നതിന് നർമ്മദ വരണ്ടുപോയത് കൊണ്ട് മറ്റൊരു തടാകം തേടിപ്പോയി വൈകിയതാണെന്ന് നീ തിരുത്തി പറയുമോ? ഇല്ല, അടിയൻ നിഷേധിക്കില്ല. അങ്ങയുടെ മുന്നിൽ എനിക്ക് പൊടി പറയാനാവില്ല. അറിയാതെ ആ ഗന്ധർവ കാമിനിമാരുടെ പ്രണയ ചാബല്യങ്ങൾ കണ്ട് അടിയന് ചഞ്ചല ചിന്തയായി നിന്ന് പോയി. അതിന്റെ പേരാണ് വാരയോഷ മനോനില, കുംഭദാസി ചാബല്യം, ചാരുണി കാപട്യം, വ്യഭിചാരം. സ്വാമി, ഇങ്ങനൊന്നും പറയല്ലേ സ്വാമി. അടിയൻ കുലടയല്ല, അടിയൻ കുലടയല്ല. മനസ്സൊരു നിമിഷം. മാനം എന്നത് മനസ്സിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് പാപം പ്രവർത്തിച്ച നീ പതിവ്രതയല്ല. നമ്മുടെ ഭക്തി പദത്തിന് നീ യോഗ്യയല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പോലും നിന്നെ നാം ഇനി ഗണിക്കില്ല. ഇതിനൊക്കെ അർഹതയുണ്ട്, തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങാൻ. എന്തിന് വാദപ്രതിവാദങ്ങൾ? ഇനി നടക്കേണ്ടത് ശിക്ഷാവിധിയാണ്. രാമ, നിന്റെ മാതാവ് തെറ്റുകാരിയെന്ന് നിനക്കും ബോധ്യമൊന്നുമല്ലോ. ആ നിലയ്ക്ക് നീ തന്നെ വേണം നിന്റെ മാതാവിനുള്ള ശിക്ഷ നടപ്പാക്കാൻ. അടിയനോ? അടിയൻ എങ്ങനെയാണ് പിതാവെ അടിയന്റെ അമ്മയെ? നല്ല പത്നീധർമ്മം ഉപദേശിച്ച് അമ്മയെ തിരുത്താനും ശാസിക്കാനും അങ്ങ് തന്നെയല്ലേ പിതാവെ നല്ലത്? ശാസനയോ? അതോ നീ ദർശനിക്ക് മതിക്കുന്ന ശിക്ഷ? ശകാരിച്ച് തിരുത്താനല്ല, കഴുത്ത് വെട്ടി കൊല്ലാനാണ് നാം കൽപ്പിക്കുന്നത്. പിതാവേ, ശിക്ഷ ഏറ്റുവാങ്ങാൻ അടിയൻ തയ്യാറാണ്. അത് അങ്ങേക്ക് തന്നെ ആകാമല്ലോ. നവശക്തിയാൽ കരിച്ചു കളയാനോ കല്ലാക്കി മാറ്റാനോ ഇടച്ചേരം തന്നെ നടത്താനോ അങ്ങേലാവുമല്ലോ. പിന്നെന്തിന് പാവം എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുംപാതകം ചെയ്യിക്കുന്നു? മകന്റെ കയ്യാലുള്ള മരണം തന്നെയാണ് നാം നിനക്ക് വിധിക്കുന്നതിൽ വെച്ച് മാരകമായ ശിക്ഷയും. അമ്മ, അറുത്തു മാറ്റി നിന്റെ മാതാവിന്റെ ശപിക്കപ്പെട്ട ശിരസ്. പിതാവേ, മാതൃഹത്യ അത് മഹാപാപമല്ലേ? പിതാവിന്റെ വാക്ക് ധിക്കരിക്കുന്നത് ആസുര്യമെന്ന അന്ധകാര നരകം ലഭിക്കുമാറ് പാപമെന്നും നീ അറിഞ്ഞുകൊള്ളുക. പാപിനിയായ മാതാവിനെ രക്ഷിക്കാൻ പിതൃനിന്ദയുടെ അന്ധകാര നരകം പോകണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതെന്തൊരു ധർമ്മസങ്കടമാണ്.
നീ കൊല്ലാതിരുന്നാലും നിന്റെ മാതാവിന് നാം ജീവിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ വാക്ക് ധിക്കരിച്ച നിന്നെ കാട്ടാളനായി ജീവിച്ച് മരിച്ച് അന്ധകാര നരകം പോകാൻ നാം ശപിക്കുകയും ചെയ്യും. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുത്. ഉണ്ണി, രാമ, അമ്മ ആരും കൊല്ലിക്കാതെയാണ്. പിതാവിന്റെ വാക്ക് ധിക്കരിക്കാതെ, പകച്ചു നിൽക്കാതെ, സ്നേഹത്തോടെ, അമ്മയോടുള്ള മുഴുവൻ സ്നേഹത്തിന്റെ മൂർച്ചയോടെ എന്റെ കഴുത്ത് വിട്ടു കുഞ്ഞെ. ജീവരക്തത്തിന്, അമ്മിഞ്ഞ പാലിന്, ലാളനയ്ക്ക്, അളവില്ലാത്ത സ്നേഹത്തിന്, അങ്ങനെ എല്ലാ നന്മകൾക്കും ഈ മകൻ അർപ്പിക്കുന്ന അന്ത്യപുഷ്പാഞ്ജലി. മാതൃഹത്യം മഹാപാപം, സമസ്താപരാധം ക്ഷമസ്വ. ശ്രേഷ്ഠ, നീ നിന്റെ പുത്രധർമ്മം ശ്രേഷ്ഠമായി തന്നെ നിർവഹിച്ചു. പിതൃഭക്തിയിൽ ലോകത്തെ ഏറ്റവും ഉത്തമനായ പുത്രനായി നീ മാറിയിരിക്കുന്നു. പറയൂ, ഇതിന് പകരമായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? വരമോ? പെറ്റമ്മയെ കൊന്നതിനും വരമോ? അതെ, നീ അത് അർഹിക്കുന്നു രാമ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നിനക്ക് എന്തും ആവശ്യപ്പെടാം, നാം സാധിച്ചു തരും. അങ്ങനെയെങ്കിൽ അടിയൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ശിരസറ്റ് മരിച്ചു മണ്ണിൽ വീണെടുക്കുന്ന എന്റെ പെട്ടമ്മയെ ഈ നിമിഷം ജീവനോടെ തിരിച്ചു തരിക. അതെ, എന്റെ അമ്മയെ ജീവിപ്പിക്കുക. അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ണി എന്ന് തിരിച്ചു വിളിക്കുന്ന എന്റെ അമ്മയെ ജീവനോടെ തിരിച്ചു തന്നാലും പിതാവേ. ശ്രേഷ്ഠം തന്നെ. അപ്രകാരം മാതൃഭക്തിയിലും സ്നേഹത്തിലും നിന്നോളം ഉത്തമനായൊരു മകൻ വേറെ ഇല്ലെന്നുകൂടി നീ തെളിയിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹം സഫലമാകും. നാം ഇന്നോളം ആർജിച്ച തപശക്തിയാൽ നാം ഇതാ നിന്റെ അമ്മയ്ക്ക് പുതുജീവൻ നൽകുന്നു. അമ്മേ, അമ്മ എന്നോട് ജീവനല്ല, എന്നോട് ക്ഷമിച്ചെന്ന വാക്ക്, എന്നിൽ അങ്ങേക്കുണ്ടായിരുന്ന വിശ്വാസം, അതൊക്കെയാണ് ഈ പാപിക്ക് അങ്ങ് നൽകേണ്ടത്. എന്നോടൊന്ന് പൊറുക്കില്ലേ? വെറുപ്പാണോ എന്നോട് ഇപ്പോഴും? സ്വസ്തി. നമ്മുടെ ആജ്ഞ അനുസരിച്ച് രാമൻ നിന്നെ വധിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നോടുള്ള നമ്മുടെ കോപം ശമിക്കുമായിരുന്നില്ല. രാമൻ അപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നാം നിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നില്ല. അത്രമേൽ കോപാന്ധനായി തീർന്നിരുന്നു നാം. അന്ധതയിൽ നിന്നും നമുക്ക് കാഴ്ചയും നിനക്ക് ജീവനും തിരിച്ചു തന്നിരിക്കുന്നു നമ്മുടെ മകൻ രാമൻ. തെറ്റി നമ്മുടെ ഉത്തമനായ പുത്രൻ പരശുരാമൻ. എന്താണ് കുതിരക്കുളമ്പടികൾ, തേനീച്ചകൾ, എന്താണിതൊക്കെ? വലിയ സൽക്കാരങ്ങൾക്ക് ഒരുങ്ങിക്കൊള്ളൂ തമ്പാട്ടി. മാഹിഷ്മതി മഹാരാജൻ കാർത്തവീരാർജുനനെ വനയാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഇവിടത്തെ സ്വാമി വിശ്രമത്തിനും സൽക്കാരത്തിനും വേണ്ടി അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് ആനയിക്കുകയാണ്. നാടുവാഴുന്ന പൊന്നുതമ്പുരാന് ആദിത്യം അരുളക, അതും ഒരു ഭാഗ്യം തന്നെ. വന്നാലും മഹാരാജൻ, ഞങ്ങളുടെ ഈ എളിയ ആശ്രമത്തിലെ പരിമിതമായ ആതിഥ്യം സ്വീകരിച്ചാൽ മഹാരാജന് ഉപവിഷ്ടനാവാനുള്ള ഇരിപ്പിടം നൽകിയാലും കേടുക. ഇതോ എളിയ ആതിഥ്യം. രാജകീയം, തികച്ചും രാജകീയം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ.
വനത്തിനകത്ത് കേവലം ഒരു ആശ്രമത്തിൽ രാജകീയമായ ഇത്തരം സുഖസൗകര്യങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? വിരോധമില്ലെങ്കിൽ മാത്രം ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മോട് പറയാമോ? അത് പറഞ്ഞറിയേണ്ടുന്ന ഒരു രഹസ്യമല്ല, കണ്ടറിയേണ്ടുന്ന ഒരു സത്യമാണ്. അങ്ങയ്ക്ക് മുന്നിൽ അത് വെളിവാക്കുന്നതിൽ നമുക്കൊരു വിരോധവുമില്ല. ആദ്യം യാത്രാക്ഷീണം തീർത്ത് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാട്ടെ. അതിനുശേഷം ഇവിടുത്തെ സകല ഐശ്വര്യത്തിന് കാരണമായ ആ സത്യത്തെ അടിയൻ കാണിച്ചു തരുന്നതാണ്. രേണുക, ആതിഥ്യം ആചാരപ്രകാരം തന്നെ നടക്കട്ടെ. മഹാരാജൻ, ഇതാണ് അടിയന്റെ സകല ഐശ്വര്യങ്ങൾക്കും ഹേതു. പാലാഴി മധുരത്തിൽ നിന്നും ദേവലോകത്തിന് സിദ്ധിച്ച സുരഭി എന്ന കാമധേനുവിന്റെ അനുജത്തിയായ സുശീല എന്ന ഗോവാണിത്. ഇവിടെ നമുക്ക് ലഭിച്ചതിന് പിറകിൽ ഒരു പ്രായശ്ചിത്തത്തിന്റെ കഥയുണ്ട്. ഒരു അരും കൊലയുടെയും കാലദോഷത്താൽ ഒരിക്കൽ അടിയന്റെ പത്നിക്ക് മേൽ നമുക്ക് ദോഷാരോപണം നടത്തേണ്ടി വരികയും നമ്മുടെ മകൻ രാമനോട് അമ്മയെ വധിക്കാൻ പറയേണ്ടിയും വന്നു. പിതൃഭക്തിയാൽ അവൻ അമ്മയെ വധിക്കുകയും പിന്നീട് മാതൃസ്നേഹത്താൽ അമ്മയെ ജീവിപ്പിക്കുകയും ചെയ്തെങ്കിലും കുറ്റബോധം അടിയനെയും രാമനെയും വിട്ടുപോയില്ല. ചെയ്തുപോയ അപരാധത്തെക്കുറിച്ച് മനസ്സ് നീറിയപ്പോൾ രാമൻ മനഃശാന്തിക്ക് വേണ്ടി തപമനുഷ്ഠിക്കാൻ വീണ്ടും കൈലാസത്തിലേക്ക് പോയി. ഇപ്രകാരമെങ്കിലും എന്റെ ഈ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ ദേവലോകത്ത് പോയി കാമധേനുവിനെ ഭജിച്ച് പ്രത്യക്ഷയാക്കുകയും എന്റെ പ്രിയഭക്തിയുടെ ശോകം അകറ്റാൻ എന്ത് ചെയ്യണമെന്ന് ആരായുകയും ചെയ്തു. അപ്പൊ കാമധേനു പറഞ്ഞു, ഇതാ എന്റെ അനുജത്തി സുശീല, ഇവിടെ കൊണ്ടുപോയി അങ്ങയുടെ പത്നിക്ക് സമ്മാനമായി നൽകുക. അതോടെ ശോകമകന്ന് പ്രിയതമയ്ക്ക് തുഷ്ടി കൈവരും. മാത്രമല്ല, എന്തും തരുന്ന ഈ ദിവ്യദേവന് കൂടെ ഉള്ളിടത്തോളം കാലം എക്കാലവും സമ്പൽ സമൃദ്ധിയും അങ്ങയ്ക്ക് കൈവരുമല്ലോ. സമ്പൽ സമൃദ്ധി മാത്രമല്ല, ശാന്തി, സമാധാനം, സന്തോഷം, അങ്ങനെ സമസ്ത നന്മകളും ചുരുത്തുന്ന കറവ പറ്റാത്ത അകിടാണ് എന്റെ സുശീലയ്ക്ക്. അങ്ങനെയെങ്കിൽ ഈ ഭൂലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവർ നിങ്ങളാണ്. ധനസമൃദ്ധിക്ക് ഇതുപോലൊരു ഗോപി പരം എന്തു വേണം? അകയിതോ വരസിദ്ധി തന്നെ. അയ്യോ, രേണുകയുടെ സങ്കടത്തിനൊരു കൂട്ട് എന്നതിനപ്പുറം ധനവും ഭാഗ്യവും പെരുപ്പിക്കാനുള്ള ഒരു ഉരുപ്പടിയായി ഞങ്ങൾ ഞങ്ങളുടെ സുശീലയെ കണ്ടിട്ടില്ല. ഇതൊരു സൗഭാഗ്യമായും ധനാർജനത്തിനുള്ള മാർഗമായും നിങ്ങൾ തിരിച്ചറിയാഞ്ഞതും നിങ്ങൾക്കതിന്റെ സാമ്പത്തിക സാധ്യതകൾ അഥവാ ജനോപകാരപ്രദമായ അർത്ഥശാസ്ത്രങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. കേവലം വനാന്തരത്തിലെ ആശ്രമത്തിൽ സർവം ത്യജിച്ച് നിസ്സംഗ നിസ്വജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് ധനത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ പശുവിന്റെ തന്നെ ആവശ്യമില്ല. സർവം ത്യജിച്ച നിങ്ങൾക്ക് എന്തിനാണ് സകലതും നൽകുന്ന ഈ പശു? അതുകൊണ്ട് അനുവാദം നൽകണം. അഥവാ അനുവാദം നൽകിയില്ലെങ്കിലും ഭാഗ്യധേനുവായ ഈ പശുവിനെ നാം കൊണ്ടുപോവുകയാണ്. ഇനി ഇവൾ മാഹിഷ്മതി കൊട്ടാരത്തിലെ ഗോശാലയിൽ കഴിയട്ടെ. അങ്ങയ്ക്ക് ഇത് വേണ്ട. നാം ഇതിനെ കൊണ്ടുപോവുകയാണ്. ആരവിടെ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതൊരിക്കലും നടക്കാത്ത കാര്യം. സുശീലയെ സ്വർഗത്തിൽ നിന്നും നാം വരഗതമാക്കിയത് കൈമാറാനോ ധനം സമ്പാദിക്കാനോ വിൽപ്പന ചരക്കാക്കാനോ അല്ല. ആ ആഗ്രഹം ഉപേക്ഷിച്ച് ഞങ്ങളുടെ സർക്കാരിന് സംപ്രീതനായെങ്കിൽ തിരിച്ചുപോയത്. നാം സംപ്രീതനാകണമെങ്കിൽ ഈ സുശീലയെ കൂടി നമുക്ക് നൽകണം. അത് നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? സുശീല നടക്കുമല്ലോ നന്നായിട്ട്. ഇനിയിപ്പോ നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പിടിച്ചു വെട്ടിക്കൊണ്ട് പോയി ഈ പശുവിനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക്. അരുത്, ധിക്കാരം പ്രവർത്തിച്ച് നമ്മിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കാതെ കടന്നു പോ പണപരീക്ഷകളെ. ശിക്ഷിക്കാൻ നീയാര്? അതിനുള്ള അവകാശം നമുക്കാണ്. കണ്ടോ? ഇനി എന്തിനാ മാന്തം? കൊണ്ടുപോ.
ആവശ്യ നേരത്ത് 1000 കൈകളുള്ള കാർത്തവീരാർജുനോടാണ് കളി. അപ്പോഴേ സമ്മതിച്ചിരുന്നെങ്കിൽ ആയുഷത്തിൽ മരിക്കാമായിരുന്നില്ലേ കിളവന്? ചിലരങ്ങനെയാണ്, മരണം ഇങ്ങനെ എരന്നു വാങ്ങും. രാജാവ് സുശീലയെ അപഹരിക്കാൻ മഹാരാജാവാണ് ഗുരുനാഥന്. ആരെ എന്തിനെ എപ്പോഴെന്നൊന്നും ഞാനിപ്പോൾ തിരക്കുന്നില്ല. മരണമടഞ്ഞ എന്റെ പിതാവിനും ഒരിക്കൽ എന്നാൽ ശിരസറക്കപ്പെട്ട എന്റെ മാതാവ് വീണ്ടും ജീവനിലേക്ക് മടങ്ങി വന്നതുപോലെ പിതാവിനും പുനർജീവൻ വേണം. പുനർജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത, അതാണ് നാം തേടുന്നത്. ഒന്നവനോടുള്ള പ്രതികാരമെല്ലാം പിന്നെ അവനോടും അവന്റെ തലമുറകളോടും പകരം വീട്ടും ഭാർഗവരാമൻ. പക്ഷെ അതിനു മുൻപ് മരണത്തെ ജയിക്കാനുള്ള അവസാന സാധ്യത. ഓം മൃത്യുഞ്ജയ. മകനെ, എന്തു വരമാണ് നാം നിനക്ക്? എന്റെ പിതാവിന്റെ ജീവൻ, കാർത്തവീരാർജുനൻ കൊന്ന എന്റെ പിതാവിന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം. എന്ന് വെച്ചാൽ ദിവസങ്ങളായി ഉടലും ശിരസ് മറ്റു കിടക്കുന്ന ഈ മൃതപിണ്ഡത്തെ നാം... അതെ, ഈ മൃതദേഹത്തെ ഉടലും ശിരസും മറ്റ് ഈച്ചയാക്കുന്ന ഈ മൃതഖണ്ഡങ്ങളെ ഒന്നാക്കി ചേർത്ത് ജീവനേകി എനിക്ക് എന്റെ പൊന്നച്ഛനായി തിരിച്ചു തരണം ശുക്രാചാര്യ മഹാമതി. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ കുഞ്ഞെ. ഇല്ല, എന്റെ പിതാവ് ജീവനോടെ ഇരിക്കാത്ത ഒരു ഭൂമുലകത്തിലേക്ക് പരശുരാമൻ ഇനി മിഴി തുറക്കില്ല. ഓ, അങ്ങനെ. രാമ, ഭാർഗവരാമ, അജയ്യനായ പരശുരാമ, ഇനി നിനക്ക് കണ്ണു തുറക്കാം. ഇതാ, ഇതാ നിന്റെ പിതാവ് പൂർവജീവ തേജസ്സോടെ നിന്റെ മുന്നിൽ. കണ്ണിറച്ച് കാണും. പിതാവേ, ഇനി എനിക്കറിയേണ്ടത് ആരാണ് എന്റെ പിതാവിന്റെ ശിരസർത്തത്? ആയുസ്സൊടുങ്ങാറായ ആ പടുവിട്ടി
ആരാണവൻ? ഭാർഗവരാമന്റെ ഈ പരശുവാൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട് നരകപാതാളം പോകാൻ വിധിക്കപ്പെട്ട ആ നീചൻ ആരാണ്? അഹങ്കാരികളുടെ കൂട്ടത്തിൽ രാജാവും ദുഷ്ടർക്കിടയിൽ ചക്രവർത്തിയുമായ കാർത്തവീരാർജുനൻ. കാർത്തവീരാർജുന, ആയിരം കൈകളുള്ളവന് എന്താണ് ആഗ്രഹിച്ചുകൂടാത്തത്? സ്വന്തമാക്കാം, പിടിച്ചു വാങ്ങാം, വെട്ടിപ്പിടിക്കാമെന്നൊക്കെ ഉറപ്പുള്ളവന്, കെൽപ്പുള്ളവന് എന്തും ആഗ്രഹിക്കാം മുരുകുമാര. അങ്ങനെ ഒരു കെൽപ്പുള്ളത് കൊണ്ടാണ് നാം നിന്റെ പിതാവിന്റെ സുശീലയെ മോഹിച്ചതും സ്വന്തമാക്കിയതും. എവിടെ ഇതാരോടാ ഈ പറയുന്നതല്ലേ? ക്ഷത്രിയ വംശത്തിൽ പിറന്നൊരു വെറും കാലാൾ പടയാളിയായിരുന്നെങ്കിൽ പോലും കാര്യം മനസ്സിലായേനെ. ഇത് സഭാമന്ത്രവും ഹോമവും സുശീലയുടെ പാലും തൈരും പെണ്ണയും കുറെ തിന്ന് അത് ഈ ബാക്കി ഹോമകുണ്ടത്തിൽ ഹവിസർപ്പിച്ച് നേരം കളയുന്ന നിന്നെ പോലൊരു ബ്രാഹ്മണനോട് ക്ഷാത്രവീര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? രാജാവേ, ആയിരം കൈയുള്ള ക്ഷത്രിയ, നാം ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമാണ് കടുത്ത ചെയ്തികളിലേക്ക് കടക്കും മുൻപ് ഒരു സമവായത്തിന് വേണ്ടി നിന്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്നു തന്നത്. മോക്ഷം നൽകേണ്ട ബ്രാഹ്മണൻ അന്ത്യം വിധിച്ചെന്ന അപഖ്യാതി ഒഴിവാക്കാൻ സാത്വികനായ ബ്രാഹ്മണന്റെ വിവേകപൂർണമായ സംയമനം. നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ സുശീലയെ തിരിച്ചു നൽകുക. നീ തലയറുത്ത് കൊന്നെങ്കിലും ജീവൻ തിരിച്ചു നൽകാൻ കെൽപ്പുള്ളവരാണ് ഭൂസുരന്മാരായ ബ്രാഹ്മണന്മാരെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ കൊല്ലാൻ മാത്രം അറിയാവുന്ന വിഡ്ഢിയായ നീ നമ്മുടെ പിതാവിന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് പറയുക. തയ്യാറാണോ? ഏതോ രാമ, താൻ ഇപ്പോഴും ഉടലോടെയും തലയോടെയും ഇവിടെ ഇരിക്കുന്നത് പോലും നമ്മുടെ സൗമനസ്യമാണ്. എന്തായാലും നീ ഇവിടെ ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് നാം ഒരു ഔദാര്യം ചെയ്യാം. ആ പശുവിനെ നീ കൊണ്ടുപോയിക്കോ. പക്ഷെ അത് നമ്മുടെ ഔദാര്യമാണ്, ദാനമാണ്. അത് നിന്റെ ദന്തഭിക്ഷുവിനോടും പറഞ്ഞേക്ക്. പിന്നെ നാം മാപ്പ് പറയണമെന്ന നിന്റെ അതിമോഹത്തിന്റെ പേരിൽ നീ വധിക്കപ്പെടാൻ അർഹനാണെങ്കിലും കൊല്ലുന്നില്ല. കടന്നു പോടാ രാമ. ഹേ ശുംഭൻ രാജാവേ, അരുംകൊലയ്ക്ക് മുൻപ് ഒരു ബ്രാഹ്മണൻ പാലിക്കേണ്ട സകല ധർമ്മനീതിയും നാം പാലിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ നാശമാണ്, മരണം. പറയൂ, ആയിരം കൈയുള്ള പടുവിട്ടിയായ നിന്നെ നാം നിന്റെ കോട്ടയിൽ വെച്ച് തന്നെ വകവരുത്തണോ, അതോ പുറം ലോകത്ത് വെച്ച് യുദ്ധം ചെയ്ത് ഗളച്ഛേദം നടത്തണോ? പുറം ലോകത്ത് വെച്ച് തന്നെയാവട്ടെ. കാർത്തവീരാർജുനോട് കോർക്കാൻ പുറപ്പെട്ട നിന്റെ വിഡ്ഢിത്തം പുരുഷാരം മുഴുവൻ കാണട്ടെ, കണ്ടു ചിരിക്കട്ടെ. കൂട്ടച്ചിരികൾക്ക് നടുവിൽ തന്നെ ആവട്ടെ പടുവിദ്യയായ ഭാർഗവ ബ്രാഹ്മണ രാമവിദ്യാസുരന്റെ പടുമരണം. ആവട്ടെ, എങ്കിലും ഈ യുദ്ധം അഹന്തയുടെ 1000 കരങ്ങൾ, അതായിരവും നാം അറുത്തെടുക്കുന്നു. വിഡിത്തത്തിന്റെ ഹീനരക്തം പായുന്ന നിന്റെ ഹൃദയം, അതിൽ നാം നമ്മുടെ പരശു പായിക്കുന്നു. നമ്മുടെ പിതാവിന്റെ തിരുശിരസ് അറക്കാനുള്ള മരമണ്ണത്തരത്തിന്റെ ബുദ്ധി ഉദിച്ച നിന്റെ ഹീന ശിരസ്, അത് നാം ഇത് അറുത്തെടുക്കുന്നു. രഘുവംശകുലോത്തമനായ എന്റെ പിതാവെ, അങ്ങയെ നോവിച്ച ഈ രാജാവിനെ, അല്ല വിഡ്ഢികൾക്കിടയിലെ ഈ മഹാരാജാവിനെ വധിച്ച് ഞാനിതാ പ്രതികാരം ചെയ്തിരിക്കുന്നു. സംപ്രീതനായാലും തന്നെ അനിവാര്യമായ പ്രതിക്രിയ തന്നെ.
എന്നിരുന്നാലും ദേവപ്രീതിക്ക് വേണ്ടി പൂവും നീരും വീഴ്ത്തേണ്ട നമ്മൾ ബ്രാഹ്മണരുടെ കൈകളിൽ മനുഷ്യരക്തം പൊരുളുന്നത് ഒരു കളങ്കം തന്നെയാണ്. ഹിംസ നിന്നിലെ ബ്രഹ്മ തേജസ്സിനെ കെടുത്തി കളഞ്ഞുകൂടാ. അടിയൻ എന്ത് വേണമെന്നാണ് പിതാവ് പറയുന്നത്? മറ്റൊന്നുമല്ല, യുദ്ധം കലുഷമാക്കി തീർത്ത മനസ്സിന്റെ ബ്രഹ്മ തേജസ് ഈശ്വര സാധന കൊണ്ട് വീണ്ടെടുക്കുന്നതിന് വേണ്ടി നീ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ചെല്ലുക. നീണ്ട തപസ്സുകൊണ്ട് കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചു വരിക. ശരി പിതാവേ, അടിയൻ ഒരു അവിവേകിയോ എടുത്തിയാട്ടക്കാരനോ അല്ല. എന്നിരുന്നാലും അങ്ങയുടെ ആജ്ഞയ്ക്കപ്പുറം മറ്റൊന്നും ഈ മകനില്ലാത്തത് കൊണ്ട് പുറപ്പെടുന്നു. അമ്മേ, അടിയന് യാത്രാനുവാദം നൽകിയാലും. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. സ്വസ്തി. കേടുക, നാം ഒരു നല്ല പിതാവാണോ എന്ന് നമുക്ക് ഇന്നും അറിയില്ല. പക്ഷേ നമുക്ക് ഉത്തമനായൊരു മകനെ ലഭിച്ചു. ശരിയല്ലേ? എന്റെ പിതാവായ ഋജീക മഹർഷി മാതാവായ സത്യവതിയെ ശപിച്ചതാണ്. നിനക്ക് മനുഷ്യത്വമോ മനസാക്ഷിയോ ഇല്ലാത്ത കഠോര ഹൃദയനായ ഒരു പുത്രൻ ജനിക്കുമെന്ന്. മാതാവിന്റെ മാതാശ്രീക്ക് ഉത്തമനായൊരു പുത്രനും അപ്രകാരം അമ്മയ്ക്ക് നികൃഷ്ട സന്താനമായി ഞാനും മുത്തശ്ശിക്ക് ഉത്തമ സന്താനമായി ശുക്രാചാര്യനും ജനിച്ചു. എന്നിട്ടും എന്റെ ജന്മഭാവങ്ങളെ കഴുകുന്ന നരകത്തിൽ നിന്നും പിതാവിനെ കരകയറ്റുന്ന ഉത്തമനായൊരു പുത്രനെ നമുക്ക് ലഭിച്ചു. പരശുരാമൻ ഭാഗ്യജന്മമാണ് എന്റെയും നിന്റെയും. കിഴവൻ സന്യാസി, ഇറങ്ങി വാടാ കഴുതേ. നീയാണോടാ ജമദഗ്നി? നാം ജമദഗ്നി തന്നെ. നമ്മുടെ ആശ്രമ മുറ്റത്ത് വന്ന് അധിക്ഷേപം ചൊരിയുന്ന നീ ആര്? ഓ, ഞാനാരൻ? ഞാൻ വികൃതൻ. നിന്റെ മകൻ പരശുരാമൻ കൊന്ന കാർത്തവീരാർജുനന്റെ മരിക്കാത്ത മക്കളിൽ ഒരുവൻ. ഓ, മരിക്കാത്തത് കൊണ്ടാണോ ഈ ധാർഷ്ട്യം? എന്റെ പുത്രന്റെ കോപത്തിൽ നിന്നും നീ മാത്രം ചാകാതെ രക്ഷപ്പെട്ടത് അത്ഭുതം തന്നെ. അത്ഭുതമല്ല, മിടുക്ക്. എന്റെ മിടുക്ക്. തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് നിന്നും ജീവനും കൊണ്ട് ഒളിച്ചോടുന്നതും ഞങ്ങൾ ക്ഷത്രിയർക്ക് ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. നാം ഒളിച്ചോടിയത് ഭീരുവിനെ പോലെ വല്ലയിടത്ത് ഉഴച്ചു ജീവിക്കാനല്ല, തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യാൻ. കണ്ടില്ലടാ കിഴവ. നിനക്ക് പ്രതികാരം ചെയ്യേണ്ട നമ്മുടെ പുത്രൻ ഇപ്പോഴിവിടെ ഇല്ല. അത് നിന്റെ ഭാഗ്യമെന്ന് കരുതി തിരിച്ചു പോ, വിഡ്ഢിയായ ക്ഷത്രിയ കുമാര. ബുദ്ധിമാനായ ബ്രാഹ്മണ കിഴവ, നാം നിന്റെ മകനെ തേടി വന്നതല്ല. വീണ്ടും യമകിങ്കരനായ തന്റെ മകനോട് ഏറ്റുമുട്ടി ചാകാൻ മാത്രം മണ്ടനുമല്ല നാം. അവൻ വധിച്ചത് നമ്മുടെ പിതാവിനെയാണ്. അവൻ ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ പിതാവിന്റെ ജീവന് പകരമായി നിന്നെ കൊന്നു പ്രതികാരം ചെയ്യാൻ വന്നതാണ് പടുകിഴവാ നാം. ഒരിക്കൽ നിന്റെ പിതാവ് നമ്മെ വധിച്ചിടത്ത് നിന്നും വീണ്ടും പുനർജീവിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മകൻ. അതിന് പ്രതികാരമായിട്ടാണ് നിന്റെ പിതാവിനെ നമ്മുടെ മകൻ വധിച്ചത്. വീണ്ടും മരണം വരുന്നതാകാൻ വന്നതാണോ നീയും? അയ്യോ, വിളമ്പല്ലേ മഹാത്മാവേ, മകന്റെ വീരചരിതങ്ങൾ വിളമ്പല്ലേ. അറിയാം, നമ്മുടെ പിതാവ് നിന്റെ കഴുത്തറുത്ത് കൊന്നിട്ടും ഉടലും തലയും ചേർത്ത് വെച്ച് അവൻ നിന്നെ ജീവിപ്പിച്ചതും അതിന്റെ പേരിൽ അവൻ നമ്മുടെ പിതാവിനെ വധിച്ചതും എല്ലാം എല്ലാം. പക്ഷെ ഇവിടെ ഇനി ആ പറഞ്ഞതൊന്നും സംഭവിക്കില്ല. തന്നെ വധിച്ചതിന് ശേഷം നാം അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യും. പിന്നെ അവൻ ആരോട് പ്രതികാരം ചെയ്യും? ഇനി തന്നെ ഉടലും തലയും ചേർത്ത് ജീവിപ്പിക്കാനാണെങ്കിൽ അറുത്തെടുത്ത നിന്റെ തലയും കൊണ്ടാണോടാ കിളവ നാം അഗ്നിയിൽ പ്രവേശിക്കുക. എരിഞ്ഞ് തീരും നിന്റെ ശിരസും. ഒന്ന് ഞാനും ചത്ത നിന്റെ തലയുമില്ലാതെ അവൻ എന്ത് കാണിക്കുമെന്ന് കാണട്ടെ. ഇത് ഉടവാൾ കയ്യിലെന്തുന്നൊരു ക്ഷത്രിയൻ നിരർത്ഥകമായ മന്ത്രം ഉരുവിട്ട് കാലക്ഷേപം നടത്തുന്ന വിഡ്ഢി ബ്രാഹ്മണ കുലത്തോട് നടത്തുന്ന വെല്ലുവിളി, പ്രതികാരം. അടിക്ക്, നെഞ്ചത്തടിക്ക്. ഇനിയും ഇനിയും. 9
എണ്ണി 21 താഠനം, അതും മൃദുല മനോഹരമായ ആ നെഞ്ചത്ത്. ചണ്ടാലനല്ല, ക്ഷത്രിയൻ. കൊണ്ടുപോകുന്നു നിന്റെ പ്രാണനാഥന്റെ പരട്ട് ശിരസും. വീണ്ടും വെച്ച് കെട്ടാൻ വേണ്ടി തിരക്കി വരേണ്ട ആരും കത്തിച്ചു കളഞ്ഞിരിക്കും. ഇതൊരു ക്ഷത്രിയന്റെ ക്ഷാത്രവീര്യത്തിന്റെ സാക്ഷാത്കാരം. ഒരു സാധ്യതയും ബാക്കിയില്ലാത്തതിനാലും മഹേന്ദ്രഗിരിയിൽ തപമനുഷ്ഠിക്കുന്ന രാമൻ വരാനിടയില്ലാത്തതിനാലും നാം ഇതാ ഈ ബ്രാഹ്മണോത്തമന്റെ കബന്ധം സംസ്കരിക്കാൻ പോവുകയാണ്. വേണം, എന്റെ നാഥന് മോക്ഷം വേണം. അവശേഷിക്കുന്ന ദേഹമെങ്കിലും ആചാരപ്രകാരം സംസ്കരിച്ചാണ് ശുക്രാചാര്യനെ. ശരി, എങ്കിലിതാ നാം നമ്മുടെ സഹോദരന്റെ ഭൗതിക ദേഹത്തിന് തീ പകരുകയാണ്. ഓം നമഃ. കുമാര, കരയില്ലേ കുമാര, കരയാതിരിക്കൂ. നീ എന്നെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിലോകത്തിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ടവരാണ് ഞാൻ. ആരോരുമില്ലാത്തവരാണ് ഞാൻ, ആരുമില്ലാത്തവർ. ഇപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുന്നത് അമ്മയുടെ സ്ഥാനത്തുനിന്നോ സഹോദരിയുടെ സ്ഥാനത്തുനിന്നോ അതോ ദാസിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ. ഇത്രയും കാലം എനിക്ക് അന്നവും സംരക്ഷണവും തന്ന എന്റെ തമ്പായിയുടെയും തമ്പാട്ടിയുടെയും പാദസേവ ചെയ്ത് മതിവരാത്തൊരു ദാസി എന്ന നിലയ്ക്ക് തന്നെ അനുകൂല ചെയ്തതാണ് കുമാര അങ്ങയുടെ മാതാപിതാക്കളെ. അങ്ങ് വധിച്ച ക്ഷത്രിയ രാജാവിന്റെ വികൃതൻ എന്ന നികൃഷ്ടനായ പുത്രൻ കഴുത്തറുത്തു കൊന്നതാണ് അങ്ങയുടെ പിതാവിനെ. അതിൽ മറന്നുണ്ട് എന്റെ തമ്പാട്ടിയും. അറിയാം, പക്ഷെ കൊന്നവൻ ആത്മഹത്യ ചെയ്തില്ലേ? എന്റെ പിതാവിന്റെ തിരുശിരസോടൊപ്പം അഗ്നിയിൽ ചാടി ഒടുങ്ങിയില്ലേ? ഇനി ആരോട് പ്രതികാരം ചെയ്യാൻ? അവന്റെ വംശത്തോട്. ഒന്നും വെന്നും സകലതും അടക്കി വാഴാമെന്ന ക്ഷത്രിയ ദാഷ്ട്യത്തെ അവസാനിപ്പിക്കാൻ ഭൂമുഖത്തെ ക്ഷത്രിയ കുലത്തെ ആകെ ഒടുക്കണം. നീ പറഞ്ഞു വരുന്നത്? അതെ, തമ്പായിയുടെ ശിരസറ്റ ജഡം കണ്ട തമ്പാട്ടി 21 വട്ടം നെഞ്ചത്തടിച്ച് നിലവിളിച്ചിരുന്നു. ഓരോ വട്ടം നെഞ്ചത്തടിച്ച് നിലവിളിച്ചപ്പോഴും ആ നികൃഷ്ടൻ തമ്പാട്ടിയെ പരിഹസിച്ച് ചിരിച്ചിരുന്നു. ആകയാൽ ഒരു വട്ടമല്ല, എന്റെ തമ്പാട്ടി മനസ്സൊന്ന് നെഞ്ചിലടിച്ച് കരഞ്ഞ് 21 വട്ടം കുമാരൻ ഭൂമുഖത്തെ ക്ഷത്രിയ കുലത്തെ കൊന്നൊടുക്കണം. ഒന്നിനു പിറകെ ഒന്നായി ഒരിക്കൽ അവസാനിപ്പിച്ച് പിന്നെ കാത്തിരുന്ന് മുള പൊട്ടുന്നതും വളരുന്നതും കാത്ത് 21 വട്ടം ഭൂമുഖത്തെ ക്ഷത്രിയ കുലത്തിന്റെ വംശഹത്യ നടത്തണം കുമാരൻ. എങ്കിലേ ഇവിടുത്തെ പിതാവിന്റെയും മാതാവിന്റെയും ആത്മാക്കൾ സായുജ്യമടയും. അല്പപ്രാണിയായ ഈ ദാസിക്ക് മനഃശാന്തി ഉണ്ടാവും. സർവോപരി കുമാരനെ മാതാവിനും പിതാവിനും ഉദകക്രിയകൾ പൂർത്തിയാക്കിയെന്ന സാഫല്യം ലഭിക്കൂ. എന്തു പറയുന്നു കുമാര? അതെ, ഒന്നൊടുക്കണം ക്ഷത്രിയ കുലത്തെ ആകെയും. 21 തലമുറകൾ നീളുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ക്ഷത്രിയ വംശഹത്യ. പെൺകിടാങ്ങളെ, സത്കഥകൾ ചൊല്ലിപ്പാടാനിറങ്ങിയ മാതൃരെ, ഇനി ഈ വീരകഥ പാടി പറഞ്ഞാട്ടെ. എന്റെ തമ്പായിയുടെയും തമ്പാട്ടിയുടെയും മകൻ പലവട്ടം ക്ഷത്രിയ
ക്ഷത്രിയരുടെ തളം കെട്ടിയ ചോരയും അമ്മയ്ക്കും അച്ഛനും തർപ്പണം നടത്തിയ പരശുരാമ വീരകുമാരന്റെ കഥ, നടുക്കത്തോടെ മാത്രം ഭാരതവർഷവും കാലവും ഇനിയുള്ള കാലം ഓർക്കാനിരിക്കുന്ന വംശഹത്യയുടെ ചെഞ്ചോര ചരിതം. എന്റെ പിതാവേ, 21 ക്ഷത്രിയ പരമ്പരയുടെ ചുടുരക്തം കൊണ്ട് തർപ്പണം. ഈ 5 തടാകങ്ങളിൽ ഞാൻ സ്വരുക്കൂട്ടിയ രക്തം കൊണ്ട് ഉദകക്രിയ. ഇതിനപ്പുറം ഈ മകനാൽ മറ്റൊന്നും ആവതല്ല. ദേവപ്രീതിക്ക് വേണ്ടി പൂവും നീരും നേടിക്കേണ്ട ബ്രാഹ്മണ ഹസ്തങ്ങളിൽ 21 ക്ഷത്രിയ വംശത്തിന്റെ ചോരക്കറയുണ്ടിപ്പോൾ. ബ്രഹ്മതേജസ്സിനെ ആകെ മൂടുന്ന വംശഹത്യയുടെ പാപം അത്രയുമുണ്ട് ശിരസിൽ. ശിവരേ, പ്രപഞ്ച മഹാഗുരു, ഹിംസയുടെ ഈ കളങ്കം മായ്ക്കുവാൻ ഈ ശിഷ്യൻ എന്ത് ചെയ്യണം? ഈ മകൻ എന്ത് ചെയ്യണം? മഹേശ്വര, ഒരു ഉത്തരത്താൽ അനുഗ്രഹിക്കൂ ശംഭോ ശിവശങ്കരമൂർത്തേ. പരശുരാമ, വിശ്വവിജയം നേടിയിട്ടും നീ എന്തിനാണ് ഖിന്നനാവുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? ഹിംസ, ബ്രാഹ്മണ കുലത്തിൽ പിറന്നിട്ടും ഗതികെട്ട് ചെയ്തു പോയ കൂട്ടക്കൊലകളുടെ ശാപത്തിൽ നിന്നും എങ്ങനെ ഭഗവാനെ? അതോർത്തെന്തിന് വിഷമിക്കണം? മുൻപ് നിന്റെ പിതാവ് ഉപദേശിച്ചത് ഓർമ്മയില്ലേ? ഹിംസ മനസ്സിൽ നിറച്ച കാലുഷ്യങ്ങൾ അകറ്റാൻ ദീർഘകാലം ധ്യാനത്തിലും പ്രാർത്ഥനയിലും മനസ്സിനെ മേയാൻ വിടുക. കാടകം പൂകി സന്യാസം തുടരുക. ക്ഷത്രിയരിൽ നിന്നും നീ കുന്നുനേടിയ കണക്കെട്ട് രാജ്യവും സമ്പത്തും സർവസ്വവും, ബ്രാഹ്മണകുലം എന്നാണോ രാജ്യവും സമ്പത്തും അധികാരവും കൈയാളാൻ പ്രാപ്തനാവുന്നത്, അന്ന് നിന്റെ അധീനതയിലുള്ള ബ്രാഹ്മണർക്ക് വീതം വെച്ച് നൽകുക. അതാവാം ഭഗവാനെ. അതുകൊണ്ട് മാത്രം എന്നിലെ പാപം ഈ 5 തടാകങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ഞാൻ കൊന്നു തള്ളിയവരുടെ രക്തം, അതിൽ നിന്നും വമിക്കുന്ന അഴുകിയ ദുർഗന്ധം, അതത്രയും എന്നിലെ പുരുഷാർത്ഥത്തെ വേട്ടയാടുകയില്ലേ ഇഹത്തിലും പരത്തിലും സംഭവം? അതോർത്ത് നീ വിഷമിക്കണ്ട. കൈകൾ നിന്റേതെങ്കിലും നീ കൊന്നൊടുക്കിയത് നാം നൽകിയ ദിവ്യായുധങ്ങൾ കൊണ്ടാണ്. ആകയാൽ ഈ അരുംകൊലകളിൽ നമുക്കും വ്യക്തമായ പങ്കും ഒരു ലക്ഷ്യവും ധർമ്മനീതിയും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ചോരതളം കെട്ടിയ ദുർഗന്ധം വമിക്കുന്ന ഈ തടാകങ്ങൾ നാളെയിൽ സെമന്ത പഞ്ചക തീർത്ഥഘട്ടങ്ങൾ എന്ന പുണ്യ തീർത്ഥ സരസ്സുകളായിരിക്കും. ഇതിലെ ഓരോ രക്തത്തുള്ളിയും മനുഷ്യപാപം കഴുകി തീർക്കുന്ന പുണ്യാഹമായി തീരും. മതി ദൈവമേ, മതി ഗുരുവേ. തീർന്നില്ല. ചിരഞ്ജീവിയായ നീ ഈ ഭൂകുലകത്തിൽ ഇനിയും തുടരും. യുഗങ്ങൾ മാറി മറിഞ്ഞു വരും.
കാലാന്തരത്തിൽ ദ്വാപരയുഗത്തിൽ ഇതേ ഇടത്തിൽ വെച്ച് ഒരു ഘോര യുദ്ധം നടക്കും. ഒരു ക്ഷേത്ര യുദ്ധം. ഒട്ടനവധി ക്ഷത്രിയർ അക്കാലവും പരസ്പരം ഒന്നും ചത്തും ഇവിടെ ചോര വീഴ്ത്തും. അന്ന് പാപപരിഹാരത്തിനായി അവർ പുണ്യസ്നാനം നടത്തുന്ന പുണ്യ സരസായിരിക്കും ഈ സെമന്ത പഞ്ചക തീർത്ഥഘട്ടങ്ങൾ. നന്ദി നന്ദി ഗുരുവേ, നന്ദി ദൈവമേ. കാടകം പോകൂ. വനനീലിമയുടെ സ്വാസ്ഥ്യത്തിലൊഴിക്കും. സ്വസ്തി. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. പാപഭാരമകറ്റാൻ ശിവം ശിവമെന്ന ചിന്തയിലുറച്ച് പരശുരാമൻ കാടകങ്ങളിൽ പിന്നീടുള്ള കാലം കഴിച്ചുകൂട്ടി. ദിവസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, യുഗങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ചിരഞ്ജീവിയായ പരശുരാമൻ കാട്ടിൽ കഴിയുമ്പോൾ അടുത്ത വൈഷ്ണവാവതാരം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. യുഗപുരുഷനായ രാമൻ, ദശരഥനന്ദനായ ശ്രീരാമചന്ദ്രൻ. പരശുരാമൻ ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പരിശീലിപ്പിച്ച് കുറേയേറെ തെറ്റുകുറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഈ പ്രദേശത്തുള്ള ഞങ്ങൾ ചെറിയ കലാകാരന്മാർ അവതരിപ്പിച്ച ഒരു നാടകം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വേഷഭൂഷാദികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. പരശുരാമനായിട്ട് പുഷ്പരാജേട്ടൻ ഈ വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു നാടകം ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വേഷവും ഒക്കെ ഇട്ടെങ്കിലും നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയപ്പെടേണ്ടത് പുഷ്പരാജേട്ടന് തന്നെയാണ്. ഈ നാടകം നടക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണക്കാരൻ പുഷ്പരാജേട്ടൻ തന്നെയാണ്. ഞങ്ങളെല്ലാം ഇതിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. പക്ഷേ നടത്തണം എന്നുള്ള നിർബന്ധം നമ്മുടെ പുഷ്പരാജേട്ടനായിരുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ ഇതിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അഭിനേതാക്കളെ ഞങ്ങൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. ജമദഗ്നി മഹർഷിയായിട്ട് അവതരിപ്പിച്ചത് സുരേഷ് കുമാർ വെള്ളാരമുണ്ട. നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ ഈ നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത് CA പുഷ്പരാജേട്ടൻ. ശുക്രാചാര്യരായിട്ട് വേദിയിൽ അവതരിപ്പിച്ചത് TV നാരായണൻ, നമ്മുടെ ചെറിയ മാമ. അതേപോലെ തന്നെ കാർത്തിക വീരാർജുനനായിട്ട് അവതരിപ്പിച്ചത് പ്രസാദ്. എല്ലാവർക്കും അറിയാം പ്രസാദിനെ. അതുപോലെ തന്നെ കാർത്തിക വീരാർജുനന്റെ മകനായിട്ട് അഭിനയിച്ചത് വിജയനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിജയനാണ് കാർത്തിക വീരാർജുനന്റെ മകനായിട്ട് വേദിയിൽ വന്നത്. അതേപോലെ തന്നെ ആഭവ മഹർഷിയായിട്ട് വന്നത് T കൃഷ്ണൻ, വലിയ മാമ. അതുപോലെ തന്നെ ശിവനായിട്ട് വേഷമണിഞ്ഞത് മലാങ്കുത്ത് ബാലേട്ടൻ. മലാങ്കുത്ത് ബാലേട്ടനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധം പിടിച്ചതാണ്. നമ്മളെ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ വേഷം അണിയിക്കുകയായിരുന്നു.
അതേപോലെ അഗ്നിദേവനായിട്ട് നമ്മുടെയൊക്കെ കൊച്ചടിയനായിട്ടുള്ള നിപുൺ സിക്കയാണ് ആ വേഷമിട്ടത്. വരുണദേവനായിട്ട് അഭിനയിച്ചത് വേഷമിട്ടത് അനന്തു, വെള്ളാരമുണ്ടയിൽ താമസിക്കുന്ന അനന്തു. അതേപോലെ തന്നെ മന്ത്രിയുടെ വേഷമിട്ടത് അരുണും അനന്തവും ജ്യേഷ്ഠാനുജന്മാരാണ്. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു റോളുമായിട്ട് ആദിവാസി യുവാവ് എന്നുള്ള വേഷമിട്ടത് പിഞ്ചു ബാലനായിട്ടുള്ള മൃദുലാണ്, നമ്മുടെ പ്രസാദിന്റെ മകൻ. അതേപോലെ ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുകയായിട്ട് വേഷമിട്ടത് പുഷ്പരാജേട്ടന്റെ ഭാര്യയായിട്ടുള്ള രാധ ചേച്ചിയാണ്. അതേപോലെ വനമാലി എന്ന തോഴിയായിട്ട് വേഷമിട്ടത് ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ബീന ചേച്ചിയാണ്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ അഭിനയിച്ചു. അതേപോലെ നർത്തകിമാര് വൈഡൂര്യ, അനഘ, തീർത്ഥ, ഇപ്പൊ ഏകദേശം എല്ലാവരെയും ഞാൻ പരശുരാമൻ ആയിക്കോട്ടെ. അതിലൊക്കെ അപ്പുറം നമുക്കിതുപോലെ വേഷം ഇട്ടു തന്നിട്ടുള്ള കാക്കനാട്ടിൽ അപ്പച്ചൻ ചേട്ടനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ തൊട്ട അയൽവാസിയാണ്. അതേപോലെ വേഷങ്ങൾക്ക് വേണ്ടിയിട്ട് വേഷങ്ങൾ തന്ന് സഹായിച്ചത് മഞ്ചേരിയുള്ള വിനായക ഡ്രസ് അല്ലേ ചമയമാണ്. അതേപോലെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ചെയ്തു തന്നത് ശ്രീജിത്ത് കൈമിടം, അതേപോലെ നമ്മുടെ ഉണ്ണിയേട്ടൻ ജനാർദ്ദനൻ CA ആണ്. കുറഞ്ഞ ദിവസം ഒരു 1.5 ആഴ്ചക്കുള്ളിലാണ് ഈ നാടകം ഇതേപോലെ രംഗത്ത് പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. അതേപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് 3D സൗണ്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ബിജുവേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അത് ലൈറ്റിൻ്റെ ഇതൊന്നും ഈ നാടകമൊന്നും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് തന്നതാണ്. മറ്റുള്ള ബാലകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ടെക്നിക്കലായിട്ട് അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനൊന്നും സാധിച്ചില്ല. അതേപോലെ നമ്മുടെ ജ്യോതിഷ് ഈ സ്റ്റേജ് ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വാർഷികത്തിന് ഇതിലും നല്ലൊരു നാടകവുമായിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു.